ഇതിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സ്വെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് വയലറ്റ്, പിന്നെ ഒരു പേർപ്പിൾ ഒരു ലാവൻഡർ ഷെയ്ഡ്, പിന്നെ വൈറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4.5 mm ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചെറിയ കത്രികയും കൂടെ വേണം. ഇത് 3 ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നോർമലി യാൻസ് ഇങ്ങനെ ലൂസായിട്ട് വാങ്ങിച്ചിട്ട് ബോൾ ആക്കിയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കലാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗംഗ ബ്രാൻഡിന്റെ കോട്ടൺ അലീഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാണാണ്. ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ടെയിൽ എൻഡ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലാണ് ചെയ്യുന്നത്. ഈ സ്ലിപ്പ് നോട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഞാനിതുവരെ എൻ്റെ ചാനൽ ഇട്ടിട്ടില്ല, ബട്ട് മലയാളത്തിൽ ഇതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ഈ ഒരു മെത്തേഡ് ചെയ്ത് ശീലമായതുകൊണ്ട് തന്നെ എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നാറ്. വീഡിയോ കാണിക്കുന്ന പോലെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ 2 യാൺസ് വരും. അതിൽ രണ്ടാമത്തെ യാണ് നമ്മൾ കൈയുടെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ നമ്മുടെ കയ്യിലുള്ള യാണിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ കാണുന്ന ചെയ്താൽ മതി. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടും. പിന്നെ നമുക്കത് നമ്മുടെ ഹുക്കിൻ്റെ സൈസിലൊന്ന് ഇതാക്കി എടുക്കുക. ഇനി ചെയിൻസ് ഇടുകയാണ് ചെയ്യുന്നത്. ചെയിൻസ് ഇടുന്ന വീഡിയോസും യൂട്യൂബിൽ കുറേ ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ നമ്മൾ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ക്രോസ് ആക്കി പിടിച്ചിട്ട് ആ ഒരു ഹുക്കിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കടുപ്പായിട്ടൊക്കെ തോന്നും, ബട്ട് ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഈ ചെയിൻ സ്റ്റിച്ച് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. ആൻഡ് നമ്മൾ ഈ ഒരു ക്രോഷ്യൻ്റെ മെഷ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യയും മാത്രം യൂസ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 82 ചെയിൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെയിൻ നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓവർ സൈസ്ഡ് മെഷ് ടോപ്പ് ആണ് വിചാരിക്കുന്നത്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ 82, 80 അല്ലാണ്ട് 83 അതുപോലെ തന്നെ അങ്ങനത്തെ 3 ഒക്കെ വരുന്ന നമ്പേഴ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ബാക്കിയായിട്ട് വരും. അപ്പോൾ മാക്സിമം 2, 4, 6, 8, 0 ഈ ഒരു നമ്പേഴ്സ് ലാസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെയിൻ വിട്ടിട്ടാണ് ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് 3 ഇതുപോലെ ലൈൻസ് ആണ് നമ്മുടെ ഹുക്കിൽ കിട്ടുക. അപ്പോൾ ആദ്യത്തെ 2 ഹുക്ക് ലൈൻസിലൂടെയും പിന്നെ കാണുന്ന 2 ലൈൻസിലൂടെയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മളൊരു ചെയിൻ 1 കൂടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ വിടുക. നമ്മളിപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, എന്നിട്ട് ഒരു ചെയിൻ വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൽ വേണം അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡബിൾ ക്രോഷ്യയും അതുപോലെ തന്നെ ചെയിനും നിങ്ങൾക്ക് ഓൾറെഡി ഇടാൻ അറിയെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിൽ കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കും. നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ 1 ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ വിട്ട് അടുത്ത ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതായത് ഒരു ചെയിൻ ഇടുക, എന്നിട്ട് അതുപോലെ തന്നെ ഒരു ചെയിൻ വിടുക, എന്നിട്ടുമാണ് നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹോൾസ് കിട്ടും. ഇങ്ങനെ ഹോൾസ് വരുന്ന ടോപ്പ് ആയതുകൊണ്ടാണ് ഇതിന് നമ്മൾ മെഷ് ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ് നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചസ് ആണോ ഉള്ളത് അത്രയും സ്റ്റിച്ചസിൽ നിങ്ങൾ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എൻ്റയർ പ്രോസസ്സ് ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 സ്റ്റിച്ചസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഒരു ചെയിൻ 1 ചെയ്തു. ഇനി നമ്മളൊരു ചെയിൻ 1 അവിടെ വിടുക. എന്നിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഇത് തന്നെ ചെയിൻസ് തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ചെയിൻ ബാക്കിയായിട്ട് വരില്ല. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഒരു ചെയിൻ 1 ഇട്ടിട്ട് ഇതിനെ ടേൺ ചെയ്തു, ഒന്ന് തിരിക്കാം. എന്നിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, നമുക്കിങ്ങനെ കാണാം, ഒരു ഐ പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു എൻ്റയർ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, എന്നിട്ട് ഒരു ചെയിൻ 1 ഇടുക. എന്നിട്ട് അടുത്ത ഐ പോലത്തെ ഒരു സ്റ്റിച്ചാണ് നമുക്ക് ഡബിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. ഒരു ഹോളിൻ്റെ സ്റ്റിച്ച് ഉണ്ടാവും, ഒരു ചെയിൻ ഉണ്ടാവും. അത് നമ്മൾ വിടുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മുടെ ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആവും. ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇടാൻ വിട്ടുപോകും. നമ്മളിങ്ങനെ സ്പീഡിൽ ചെയ്തു പോകുന്ന സമയത്ത് ചെയിനൊക്കെ 1, 2 ഇടാനൊക്കെ വിട്ടുപോകും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതപ്പാടെ കഴിച്ച കളയൊന്നും വേണ്ട. അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയാൽ മതി. എനിക്ക് അങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ സ്റ്റിച്ച് ഒരു ചെയിൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും ഇതുപോലെ കറക്റ്റ് നമുക്ക് ആ ഒരു ഹോളും ആ ഒരു സ്റ്റിച്ചും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ 2 ലെയറാണ് ഒരു കളറിനെ കൊണ്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ലെയറോ 4 ലെയറോ ചെയ്യാം. ഇനി നെക്സ്റ്റ് കളർ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ 2 സ്റ്റിച്ച് ബാക്കിയായിട്ടുണ്ടാവും, ഒരു ചെയിൻ സ്പേസും പിന്നെ നമ്മുടെ ഒരു ഡബിൾ ക്രോഷ്യയും. ആ ഒരു ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട, ലാസ്റ്റത്തെ ഒരു ഇത് നമ്മൾ അവിടെ വിടണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ചെയിൻ നമ്മുടെ ഹുക്കിലോട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, യാണങ്ങ് കട്ട് ചെയ്യുക. കുറച്ചൊരു ടെയിൽ വിട്ടിട്ട് വേണം യാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അടുത്ത കളർ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു ലാവൻഡർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ടെയിൽ എൻഡ് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കളർ ആഡ് ചെയ്യുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട്.
വീഡിയോയിൽ തന്നെ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയിപ്പോൾ നമുക്കൊരു ഒരു 2 ചെയിനാണ് നമുക്ക് ഉള്ളിലോട്ട് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഹുക്കിലോട്ട് ചെയ്തിട്ട് ആ 2 ചെയിൻ്റെ ഉള്ളിലൂട്ട ഇതിങ്ങനെ കടത്തിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെയിൻ 1 ചെയ്യണം. ഞാൻ അതിൻ്റെ ഉള്ളിലൂട്ട് എടുത്ത് എന്നെ ഒരു ചെയിൻ 1 ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അവിടെ കെട്ടിക്കൊടുക്കുക. ഇനി ഞാൻ ആ യാൺ അവിടെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 വട്ടം കെട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയിൻ 1 ഇടുക. ഓക്കെ, ഒരു ചെയിൻ 1 ഇട്ടിട്ട് നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷിൻ്റെ ഐ പോലത്തെ ഇതുണ്ടാവും. സ്റ്റിച്ചിലേക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മളിതാ ഈ കെട്ടി വെച്ചിട്ടുള്ള യാണ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് സെക്യൂർ ആയിട്ട് അത് നിന്നോളും. എന്നിട്ട് നമ്മൾ യാണ് സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 1 ഇടുക, എന്നിട്ട് ചെയിൻ 1ൻ്റെ സ്പേസ് വിടുക. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലോട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഡാർക്ക് വയലറ്റ് 2 പ്രാവശ്യമാണ് ഈ റോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ആഡ് ചെയ്ത് 3 റോ ആയിട്ടും 4 റോ ആയിട്ടും നിങ്ങൾക്ക് എത്ര റോ വേണമെങ്കിലും ചെയ്യാം. നോർമലി ഞാൻ ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു റോ മാത്രം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. നമുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ 2 റോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ, കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു വലിയൊരു പാനൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 9 റോ ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് ഞാനിവിടെ 2 എണ്ണം ഇതുപോലത്തെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യാൻസ് ഇതുപോലെ പുറത്തോട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിനെ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ അലക്കുന്ന എല്ലാ സമയത്ത് ഇതിനെ വലിഞ്ഞ് പുറത്തേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണാക്കിയിട്ട് അതിനവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ തന്നെ നിന്നോളും. പിന്നെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് മുക്കിയെടുത്താലേ അതൊന്നും ഊരി വരത്തുള്ളൂ, അല്ലാതെ അത് അവിടെ തന്നെ നിന്നോളും. ഞാൻ നോർമലി ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് ആക്ച്വലി നമ്മൾ കെട്ടി വെച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ തറ്റത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ ഓപ്ഷണലാണ്, വേണേൽ ചെയ്താൽ മതി. ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡർ വന്നിട്ട് കംപ്ലീറ്റ് സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് നോർമലി നമ്മുടെ സ്റ്റിച്ച് ഒന്ന് കുറച്ചും കൂടി ഒന്ന് വിസിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സൈഡിൽ കംപ്ലീറ്റ് ഒന്ന് സിംഗിൾ ക്രോഷേ ചെയ്തങ്ങ് പോയാൽ മതി. നെക്സ്റ്റ് വന്നിട്ട് ഇനി ജോയിനിങ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റിച്ച് മാർക്കർ അല്ലെങ്കിൽ പിന്നും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പിന്നാണ് യൂസ് ചെയ്യുന്നത്, കാരണം സ്റ്റിച്ച് മാർക്കറൊക്കെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ബട്ട് എല്ലാം കാണാണ്ടായിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് പിന്ന് ഞാൻ എടുത്തിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ മേത്തിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 10 ഹോൾസ് വിട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിത് കറക്റ്റ് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ കഴുത്തിൻ്റെ ഹോള് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് സിംഗിൾ ക്രോഷേ കൊടുത്താൽ മതി. അപ്പം ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് 10 ഹോൾസ് വിട്ടിട്ട് ആ 10 ഹോൾസിനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് നടുക്ക് നമുക്ക് ഹോള് കിട്ടും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നത് ജസ്റ്റ് സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ യാൺ എടുത്തിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക ഫസ്റ്റത്തേൽ. പിന്നെ യാണിൻ്റെ ഒരു ടെയിൽ എൻഡ് ഉണ്ടാവുമല്ലോ, അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതവിടെ സെക്യൂറായിട്ട് നിന്നോളും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ സിംഗിൾ ക്രോഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോ ചെയിൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ചെയിൻസിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇനി നമ്മൾ ഹാൻഡ് പോർഷനാണ് ചെയ്യുന്നത്, കൈൻ്റെ ഭാഗം. ഇത് നമുക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സൈസിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഡ്രസ്സ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തല്ലോ, അപ്പോൾ ഇത് തലയിൽ കൂടെ അങ്ങ് ഇടുക. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുക എത്ര വരെ നമുക്ക് കൈൻ്റെ ഇത് വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ സൈസിൽ സ്റ്റിച്ച് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ 16 സ്റ്റിച്ചാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ 16 സ്റ്റിച്ച് വിട്ടിട്ട് നമ്മളൊരു പിന്ന് കൊണ്ടതിനെ അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആ 16 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഡബിൾ ക്രോഷ വെച്ച് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഞാനത് സ്റ്റിച്ചും കൂടി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് താഴേന്ന് മുകളിലോട്ടേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും എൻഡിലുള്ള താഴത്തെ ആ ഒരു സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ചെയിൻ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ടോട്ടൽ ഇവിടെ ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ചെയിൻ 2 ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് ക്യാമറയിൽ ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് വിസിബിൾ അല്ല. എനിക്ക് ഓരോ ചെയിൻ സ്റ്റിച്ചും നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചെയിനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് 2 എണ്ണം കൂട്ടി പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട, ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഐ മീൻ ഫസ്റ്റ് ഒരു പാനലിൽ ചെയ്തിട്ട് പിന്നീടാണ് നിങ്ങൾ അടുത്ത പാനലിലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാനൽ കംപ്ലീറ്റ് എനിക്കിവിടെ 55 സ്റ്റിച്ചസാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുമോ ഇതിൻ്റെ എൻഡിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. എൻഡിൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ജോയിനിങ് ആണ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് പാനലുമായിട്ട് ഈ ഒരു സ്റ്റിച്ചിനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലോട്ട് ഫസ്റ്റ് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് പോലത്തെ ഒരു ചുറ്റ് നമ്മുടെ ഹുക്കിൽ കൊടുക്കണം. എന്നിട്ട് നോർമൽ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ജോയിൻ ആയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് താഴോട്ടേക്ക് അങ്ങോട്ട് ഡബിൾ ക്രോഷേ ചെയ്ത് അങ്ങ് പോയാൽ മതി. വേറെ ഒന്നുമില്ല നോക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ഡബിൾ ക്രോഷേ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണേൽ ചെയ്താൽ മതി. എനിക്കിതിപ്പോൾ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു സ്വെറ്റർ ലുക്കിലോട്ട് വന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ജോയിനിങ് ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ചെയിൻ 1 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ സിംഗിൾ ക്രോഷേ, നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ചെയ്തല്ലോ സിംഗിൾ ക്രോഷേ, അതുപോലെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ദെൻ കംപ്ലീറ്റ് സിംഗിൾ ക്രോഷേ ഓരോന്ന് എടുത്തിട്ട് കംപ്ലീറ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് ഡാർക്ക് കളറായതുകൊണ്ട് നമുക്ക് ഓരോ ചെയിനായിട്ട് ഈ ഒരു ക്യാമറയിലോട്ട് വിസിബിൾ ആവുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഡാർക്ക് കളേഴ്സ് എടുക്കാതെ ലൈറ്റ് കളേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ചെയിൻസ് വിസിബിൾ ആവില്ല. നമ്മൾ ശ്രദ്ധിച്ചിങ്ങനെ ഇതാക്കി നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് കാണുള്ളൂ. ഇനി ഇത് കംപ്ലീറ്റ് അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റത്തെ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിതാ ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു 2 ഡബിൾ ക്രോഷേ ആണുള്ളത്. ഈ സൈഡിലൊരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് പാനലിലൊരു ഡബിൾ ക്രോഷേ. അപ്പോൾ അതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഓപ്പർ എടുത്തിട്ട് അതിനെ ഒന്ന് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ, ഈസിയാണ്. ദെൻ കുറച്ചൊരു ടെയിൽ എൻഡ് കൊടുത്തിട്ട് തന്നെ നിങ്ങളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ചെയിൻ 1 ഇട്ടോളൂ, എന്നിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെക്യൂറായിട്ട് നിന്നോളൂ. പക്ഷെ ഞാൻ ചെയിൻ 1 ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൈയാണ് ചെയ്യേണ്ടത്. കൈ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ബെൽ ഹാൻഡാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഹാൻഡും ചെയ്യാം.